ശ്രീനേട്ടനെ സംബന്ധിച്ചുള്ള ഒരു മുൻഗാമി നമുക്ക് സിനിമയിൽ കാണാൻ വേണ്ടി കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗാനിക്കായിട്ടുള്ള രാഷ്ട്രീയ മലയാളിയെ പഠിപ്പിച്ചു ശ്രീനിവാസൻ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ ധ്വനികളുള്ള പല വാക്കുകൾക്കും ശ്രീനിവാസൻ നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ഈ ഇൻ്റലക്ച്വൽ പരിപാടികളിൽ പങ്കെടുത്ത് പരിചയമില്ലാത്ത ഒരാളാണ് ഞാൻ. ഭയങ്കര ബുദ്ധിയുള്ള ആളുകളുടെ പരിസരത്തേക്ക് പോകാതിരിക്കുന്ന ആളുമാണ്. നമ്മളിത്തിരി ബുദ്ധി കുറഞ്ഞ ഏരിയയിൽ സിനിമയൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ശ്രീനേട്ടനെ കുറിച്ച് ഒരു സാധാരണ പ്രേക്ഷകൻ എങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടത്, ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ശ്രീനേട്ടന് ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിച്ചാൽ ഈ മലയാള സിനിമയുടെ സ്ക്രിപ്റ്റിങ്ങിൽ ഉണ്ടായിട്ടുള്ള ഒരു കാലങ്ങളായിട്ട് ഓരോരോ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റമുണ്ട്. ആ മാറ്റം നോക്കിയാൽ ആദ്യം നാടകത്തിൻ്റെ ഭയങ്കരമായ സ്വാധീനം സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം നാടകത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് കാര്യമായിട്ട് സിനിമ നിന്നിരുന്നൊരു കാലത്ത് നാടകങ്ങൾ എഴുതിയിരുന്ന ആളുകൾ തന്നെ മുതുകുളത്തിനെ പോലെയുള്ള നാടകമൊക്കെ എഴുതിയിട്ടുള്ള ആളുകൾ തിരക്കഥാ രംഗത്തേക്ക് വരികയും തോപ്പിൽ ബാസി പിന്നീട് വരുന്നു. അങ്ങനെ നാടകരംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്ന ആളുകൾ തിരക്കഥാ രംഗത്ത് വരുന്ന ഒരു കാലമുണ്ടായി. അത് കഴിഞ്ഞ് സാഹിത്യത്തിൽ നിന്ന് ആളുകൾ തിരക്കഥാ രംഗത്തേക്ക് വന്നു. അപ്പോൾ ഉണ്ടായ വ്യത്യാസം, നാടകരംഗത്തുനിന്ന് വരുമ്പോൾ ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജിൽ അവതരിപ്പിച്ചിരുന്ന നാടകത്തിന് 2 ഷോട്ടുകളാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ഷോട്ട്, സെക്കൻഡ് ഹാഫ് ഒരു ഷോട്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരു സെറ്റായിരിക്കും, സെക്കൻഡ് ഹാഫിൽ ചിലപ്പോൾ സെറ്റ് മാറാൻ സാധ്യതയുണ്ട്. സിനിമയിലേക്ക് വന്നപ്പോൾ അത് കൂടുതൽ ഷോട്ടുകളായിട്ട് വിഭജിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഭാഷയും അതിൻ്റെ പ്രയോഗവും ഒക്കെ നാടകത്തിൻ്റെ അതേ സ്വാധീനത്തിൽ ആയിരുന്നു. അത് കഴിഞ്ഞ് തിരക്കഥയിൽ ഉണ്ടായ മാറ്റം, സാഹിത്യത്തിൽ നിന്ന് ആളുകൾ വന്നു. MT വാസുദേവൻ നായരെ പോലെയും ഒക്കെയുള്ള എഴുത്തുകാർ തിരക്കഥാ രംഗത്തേക്ക് വന്നപ്പോൾ, അപ്പോൾ അതിനിടയിൽ സിനിമയിൽ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ആദ്യ കാലഘട്ടങ്ങളിൽ മിച്ചൽ ക്യാമറ എന്ന് പറയുന്ന വലിയ ഒരു ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുക, അതിന് മൊബിലിറ്റി കുറവായിരുന്നു. അപ്പോൾ ഷോട്ടുകൾക്ക് വലിയ ചലനാത്മകമായിരുന്നില്ല, സ്റ്റഡി ഷോട്ടുകളും ഒക്കെ ആയിരുന്നു. പിന്നീട് 2ാം ലോകമഹായുദ്ധ കാലത്ത് ഹിറ്റ്ലർ യുദ്ധരംഗം ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് കണ്ടുപിടിച്ച ക്യാമറയാണ് 2C ക്യാമറ, കയ്യിലെടുക്കാവുന്ന ക്യാമറ. അത് യുദ്ധരംഗത്ത് പോയാൽ വെടിയുള്ളൂല്ലോ, അതുകൊണ്ട് അദ്ദേഹം ആ വെടികൊള്ളാൻ ധൈര്യമുള്ള ക്യാമറാമാന്മാരെ ക്യാമറയും കൊടുത്ത് യുദ്ധരംഗത്തേക്ക് വിടുകയും അവർ ആ യുദ്ധരംഗം ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്ത് തിയേറ്ററിൽ ഹിറ്റ്ലർ അത് കണ്ട് ആനന്ദിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി, ഈ ദുഷ്ടന്മാരായിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടാകുമ്പോൾ ബൈ പ്രൊഡക്റ്റായിട്ട് ചിലപ്പോൾ നല്ല കാര്യങ്ങൾ സംഭവിക്കാം. ഈ പാലാഴി കടഞ്ഞപ്പോൾ അമൃത് കിട്ടി, അതിൻ്റെ അപ്പുറത്ത് കാളകൂടവും കിട്ടിയെന്നൊക്കെ പറഞ്ഞ പോലെ ഹിറ്റ്ലർ കാരണം നമുക്ക് കിട്ടിയത് 2C ക്യാമറയാണ്. ആ 2C ക്യാമറ കിട്ടിയത് കൊണ്ടാണ്, ക്യാമറ കയ്യിലെടുക്കാവുന്ന വലുപ്പത്തിൽ വന്നതുകൊണ്ടാണ് സിനിമ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ആണ് നമ്മുടെ PN മേനോൻ സാറൊക്കെയാണ് അതിൻ്റെ പയനിയറായിട്ടുള്ള ആളുകൾ. അദ്ദേഹം ക്യാമറയായിട്ട് പുറത്ത് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് എന്താണ് ഓളവും തീരവും ഒക്കെ സംഭവിക്കുന്നത്. ഔട്ട്ഡോർ ലൊക്കേഷനിൽ സിനിമ സംഭവിക്കുകയും ചെയ്തു. ഔട്ട്ഡോർ ലൊക്കേഷനിലേക്ക് സിനിമ മാറുകയും ആ കാലഘട്ടത്തിലാണ് MT സാറിനെ പോലെയുള്ള ആളുകൾ, സാഹിത്യ നായകന്മാർ സിനിമയിലേക്ക് തിരക്കഥാ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ സിനിമയുടെ സ്വഭാവം കുറേയും കൂടി, മുമ്പും ജീവിതഗന്ധിയായ കഥകളുണ്ടായിരുന്നു, പക്ഷെ നാടകീയ സ്വഭാവം ഉണ്ടായി, നാടകത്തിൻ്റെ ഒരു രീതികളുണ്ടായിരുന്നു. പിന്നീട് അത് സാഹിത്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് വന്നു. ശ്രീനേട്ടൻ്റെ വരവോട് കൂടിയിട്ട് ഒരു പുതിയ ഭാഷ മലയാള സിനിമ തിരക്കഥ രംഗത്തുണ്ടായി. ഇപ്പോൾ പുതിയ ജൻസി തലമുറയൊക്കെ റിയലിസ്റ്റിക് സിനിമ എന്ന് പറയുന്ന സിനിമ കണ്ടുപിടിച്ചത് ശ്രീനേട്ടനൊക്കെ ആയിരിക്കും. മനുഷ്യർ സംസാരിക്കുന്ന സാധാരണക്കാരുടെ ഭാഷയിൽ തിരക്കഥകളുണ്ടായി, സംഭാഷണങ്ങളുണ്ടായി. എന്നാൽ എപ്പോഴും ഒരു ക്രിയേറ്റീവ് ആവുന്നത്
ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലൊരു അനുഭവം അതുപോലെ എഴുതി വെച്ചാൽ അതൊരു ഡയറി കുറിപ്പ് പോലെ ആവുള്ളൂ, അതൊരു സാഹിത്യ സൃഷ്ടിയാവില്ല. ഷിഹാബുദ്ദീൻ പൊയ്ത്തൻകടവ് അതേ സാധനം എഴുതിയാൽ അത് സാഹിത്യമാവും. അതുപോലെ ഒരു മാജിക്ക് ഇതിൽ സംഭവിക്കണം. റിയലായിട്ട് ഉള്ള കാര്യത്തിൽ ഒരു മാജിക്ക് സംഭവിക്കുമ്പോഴാണ് അത് ഒരു ക്രിയേറ്റീവ് ജോബാവുന്നത്. ശ്രീനേട്ടൻ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങൾ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ ശ്രീനേട്ടൻ പറഞ്ഞ പോലത്തെ ഡയലോഗ് പറയുന്ന ഒരു മനുഷ്യനെയും ഞാൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. ഒരു വിചിത്രമായ പുതിയൊരു ഭാഷയുണ്ട് അതിന്. പക്ഷെ സംസാരിക്കുന്ന വിഷയം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്ന കാര്യമാണ്. TP ബാലഗോപാലൻ MA എന്ന് പറയുന്ന സിനിമയിലെ ബാലഗോപാലിനെ ആ കാലത്തെ ചെറുപ്പക്കാർക്കൊക്കെ തിരിച്ചറിയാൻ പറ്റും. അവർ ബാലഗോപാലനിൽ അവരെ തന്നെയാണ് കണ്ടത്. ശ്രീനേട്ടനെ ഇപ്പോൾ ഷിഹാബുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ജീവിച്ച സാഹചര്യം. എനിക്ക് തോന്നുന്നു ഒരു 20 വയസ്സിന് മുൻപ് ഒരു 18നും 20നും ഇടയ്ക്കുള്ള സമയത്ത് ഒരാളെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ അയാൾ ഭാവിയിൽ 50 വയസ്സിൽ എന്താ തീരുമെന്നുള്ളത് മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ ആ ടീനേജിൽ ജീവിച്ച സ്ഥലം, അനുഭവിച്ച അനുഭവങ്ങൾ, അത് അയാളുടെ സ്വഭാവ രൂപീകരണത്തിലും ഒക്കെ ഒരു വലിയ ഘടകമായി തീരും. ശ്രീനേട്ടൻ ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുള്ള ആളാണ്. ഈ ഒബ്സർവേഷനും ജീവിച്ച സാഹചര്യങ്ങളും അനുഭവങ്ങളും വായനയും കണ്ട സിനിമകളും ഒക്കെ ഒരാളെ രൂപപ്പെടുത്തും. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഈ എന്താ പറയണ്ട, ഈ ഗർഭപാത്രത്തിൽ ബീജപാപം നടക്കുന്ന സമയത്ത് ആ മുഹൂർത്തത്തിൽ എന്തോ ഒരു ഇടിമിന്നൽ എന്തോ പാളി ആ വഴി കൂടെ പോയിട്ടുണ്ട്. വളരെ ശാന്തസുരഭിലമായ ഒരു സമയത്തല്ല സംഗതി ഉണ്ടായിട്ടുള്ളതെന്ന് ഉറപ്പാണ്. കാരണം മറ്റാർക്കും ഇല്ലാത്ത ഒരു ആംഗിൾ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഈ മദ്രാസിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അഭിനയം പഠിക്കാനാണ് ചെല്ലുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇൻ്റർവ്യൂവിന് ചെന്ന് കയറുമ്പോൾ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന ആളുകളെല്ലാം കൂട്ടച്ചിരിയാണ്. അപ്പോൾ ശ്രീനേട്ടന് കാര്യം മനസ്സിലായി. ശ്രീനേട്ടന് ഒരു സിനിമാ നടൻ ആവാനുള്ള സൗന്ദര്യമില്ല എന്നുള്ളതാണ് ആ ചിരിയുടെ അർത്ഥം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അതിലൊരാൾ ചോദിച്ചു, ക്രൂരമാണ്, കണ്ണാടിയിലൊക്കെ നോക്കിയിട്ടാണോ വരുന്നത്? കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾക്കൊരു നടനാവണമെന്ന് ആഗ്രഹിക്കാൻ എങ്ങനെ തോന്നി എന്ന് ശ്രീനേട്ടനോട് ചോദിച്ചു. അപ്പോൾ ശ്രീനേട്ടൻ ഒട്ടും കൂസലില്ലാതെ ഇമ്മീഡിയറ്റ് മറുപടിയാണ്, സിനിമയിൽ നായകനാവാൻ പ്രേം നസീറിനെ പോലെ ഇരിക്കണം എന്ന് എനിക്കറിയാം, പക്ഷേ ഈ പ്രേം നസീറിൻ്റെ വീട്ടിലെ പണിക്കാരനും അതേ സൗന്ദര്യം തന്നെ വേണമെന്ന് ചോദിച്ചു. അത്രയും ബ്രില്യൻ്റായിട്ടുള്ളൊരു മറുപടി ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ആ ചോദിച്ച ഈ പ്രൊഫസറുടെ ചെപ്പക്കുറ്റിക്ക് അടി കിട്ടിയ പോലെയല്ല അത്. ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും പ്രേം നസീറിൻ്റെ ചായ ആണെങ്കിൽ അത് ഭയങ്കര അശ്ലീലമാവുമല്ലോ. വീട്ടിലെ വേലക്കാരനും പ്രേം നസീറിൻ്റെ ചായ, അടുത്ത വീട്ടിലെ ആൾക്കും പ്രേം നസീറിൻ്റെ ചായ. അപ്പോൾ ഈ പ്രേം നസീറിൻ്റെ അച്ഛനെ സംശയിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് അതിലൊരു വലിയ ഒരു സോഷ്യലിസം, ഭയങ്കര ഒരു എന്താ പറയണ്ടത്, ഭയങ്കര ഒരു കോമൺ സെൻസും, ഈ രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യന് വേണം. കോമൺ സെൻസ് എന്ന് പറയുന്നത് ഉള്ള ആളുകളാണ് സിനിമയിൽ വിജയിക്കുക എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ എഴുത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ സമൂഹവുമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോഴും ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീനേട്ടൻ അത് ഭയങ്കരമായിട്ടുണ്ട്. ശ്രീനേട്ടനായിട്ട് ഞാൻ ഒരുപാട് ഇടപഴകിയിട്ടുള്ള ഒരാളാണ്. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് എൻ്റെ രണ്ടാമത്തെ സിനിമ പാവം രാജകുമാരൻ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ശ്രീനേട്ടനെ ആദ്യം പരിചയപ്പെടുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും അല്ലെങ്കിൽ സിനിമയിലെ എൻ്റെ പല ഘട്ടങ്ങളിൽ എന്നോടൊപ്പം അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്.
പിന്നീട് ഞാനൊരു സംവിധായകനാവാൻ ആവണോ വേണ്ടേ എന്നുള്ളൊരു സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് എന്നോട് ഒരു നിർമ്മാതാവ്, ഞാനപ്പോൾ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയുടെ നിർമ്മാതാവ് എന്നോട് ഞങ്ങളുടെ അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കല്യാണം അപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ കുറച്ച് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ പൈസ കിട്ടുന്നൊരു സമയമാണ്. ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് പിന്നെ ഇതിനാരും വിളിക്കില്ല, അപ്പോൾ പട്ടിണിയായി പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ശ്രീനിവാസൻ്റെ ഒരു തിരക്കഥ കിട്ടുകയാണെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അതൊരിക്കലും കിട്ടില്ല, കാരണം ആ കാലത്ത് എല്ലാ പ്രധാന സംവിധായകരും അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സിനിമയിൽ ശ്രീനേട്ടൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നിർമ്മാതാവ് ശ്രീനേട്ടനോട് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാമോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു അത് നിങ്ങളെനിക്ക് ഇഷ്ടമാണ്, പക്ഷേ നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എഴുതാൻ പറ്റില്ല, അത് ആര് സംവിധാനം ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസിനെയാണ് ഞങ്ങൾ അടുത്ത സിനിമയുടെ ഡയറക്ടറായിട്ട് വിചാരിക്കണമെന്ന്. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു അവനാണെങ്കിൽ കുഴപ്പമില്ല, അവന് പറ്റും, ഞാൻ എഴുതാമെന്ന്. ആ ഒരു വാചകമാണ് എൻ്റെ ജീവിതം ഇന്നിപ്പോൾ നിങ്ങളോട് വന്ന് വർത്തമാനം പറയാവുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം എന്ന് പറഞ്ഞ റൈറ്ററും എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ഞാൻ സംവിധാനം ചെയ്ത സിനിമയിൽ അറബിക്കഥ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചു, എൻ്റെ സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ചു. പിന്നീട് ഞാനും ഇക്ബാലും എല്ലാം ചേർന്നിട്ട് LJ ഫിലിംസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഫോം ചെയ്തപ്പോൾ അതിൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു ഡയമണ്ട് നെക്ലസ്. ആ സിനിമയിൽ അദ്ദേഹം ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ ഫഹദിനോടൊപ്പം ആ സിനിമയിൽ അഭിനയിച്ചു. പിന്നീട് ഞാൻ ആദ്യമായിട്ട് തിരക്കഥ എഴുതിയ ഒരൊറ്റ സിനിമയ്ക്ക് ഞാൻ തിരക്കഥ എഴുതിയിട്ടുള്ളത്, അതൊരു ചെറിയ സിനിമയാണ്, പുറം കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണത്. മമ്മൂക്കയും ശ്രീനേട്ടനും അഭിനയിച്ച ഒരു സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരള കഫേ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമുകളുടെ അതിൽ ഏറ്റവും അവസാനത്തെ സിനിമ പുറം കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ആദ്യമായിട്ട് തിരക്കഥ എഴുതിയ സിനിമ. CV ശ്രീരാമൻ ചേട്ടൻ്റെ കഥയായിരുന്നു അത്, ഞാൻ അതിൻ്റെ തിരക്കഥ എഴുതി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തിരക്കഥ എഴുതിയ സിനിമയിലും ശ്രീനേട്ടൻ അഭിനയിച്ചു. അങ്ങനെ എൻ്റെ സിനിമയുടെ എല്ലാ ഘട്ടങ്ങളിലും, പിന്നെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന സിനിമ ഞാനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു സിനിമയിൽ രണ്ടു പേർ തമ്മിലുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ഇക്വേഷൻസും ഞങ്ങൾക്കിടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പച്ചയായിട്ടുള്ള റോ ആയിട്ടുള്ള മനുഷ്യനാണ്. മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ പേഴ്സണാണ്. നിങ്ങൾ ഇപ്പം ഇത്രയും അടുപ്പമുണ്ട്, ഇത്രയും സ്നേഹമുണ്ട്, എല്ലാ തരം തമാശകൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ചില സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് പലതരത്തിൽ പ്രതികരിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും, ഇത് രഞ്ജൻ എബ്രഹാമാണ്, എഡിറ്ററാണ്. ഞാൻ 27 സിനിമകളാണ് ഇതുവരെ ചെയ്തത്. ആ 27 സിനിമയുടെയും എഡിറ്റർ രഞ്ജൻ എബ്രഹാമായിരുന്നു. നിങ്ങൾ കാണുന്ന നിങ്ങൾ ഇഷ്ടപ്പെട്ട രൂപത്തിലേക്ക് അതിനെ വെട്ടി ഒതുക്കി വൃത്തിയാക്കി തന്നിട്ടുള്ള ആൾ ഇദ്ദേഹമാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ മറവത്തൂർ കനവ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം രാജഗോപാൽ എന്ന് പറയുന്ന എഡിറ്ററുടെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഒരു അസോസിയേറ്റ് ഡയറക്ടറായ സമയത്ത് ഒരു അസോസിയേറ്റ് എഡിറ്ററെ കൂടെ കൈപിടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞ 27 വർഷമായിട്ട് ആ യാത്ര തുടരുന്നു. അദ്ദേഹം ഇപ്പോൾ എൻ്റെ സിനിമകളല്ല, അദ്ദേഹം ഇപ്പം 100, 150, 200 സിനിമയായി. ഞാൻ 27 എത്തിയിട്ടുള്ളൂ. അപ്പം അദ്ദേഹവും ഞാനും ഒരുമിച്ച് ഫേസ് ചെയ്തിട്ടുള്ളൊരു ആദ്യ സിനിമയിൽ ഫേസ് ചെയ്തൊരു ഇഷ്യൂ ഉണ്ട്. ഞങ്ങൾ മറവത്തൂർ കനവ് എന്ന് പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് റൗണ്ട് എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അത് ശ്രീനേട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റഫ് എഡിറ്റിംഗ് ആണ്, ഡയലോഗും ഈ സൗണ്ട് പിക്ചറും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ശ്രീനേട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടിട്ടൊരു അഭിപ്രായം അറിയാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് ഭയങ്കര ഷാർപ്പായിട്ടൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം പിന്നെ അന്ന് ഫിലിമിലാണ് ഫിസിക്കലായിട്ട് ചെയ്യണം, ഇപ്പോഴത്തെ പോലെ ഡിജിറ്റലല്ല. അപ്പോൾ ലൂസായിട്ടാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹം ഒരു ഡയറക്ടറാണല്ലോ, അവിടെ നോക്കിയതൊക്കെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാവും, ഒരു ഡയറക്ടർക്ക് അത് മനസ്സിലാവും എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്. അല്ലെങ്കിൽ ഞങ്ങൾ
മറ്റൊരു ഡയറക്ടറെയോ അല്ലെങ്കിൽ ഈ സിനിമയായിട്ട് ബന്ധമില്ലാത്ത വേറെ ആരെയും നമ്മളിത് കാണിക്കില്ല, കാരണം ഇത് വളരെ റോ ആയിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹം വന്ന് കണ്ടിട്ട് അദ്ദേഹം ആകെ അപ്സെറ്റായിപ്പോയി. അദ്ദേഹത്തിന് ഈ സിനിമയിലുള്ള പ്രതീക്ഷയെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി, കാരണം ഇദ്ദേഹം ഇത്രയും സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെയാണ് മനസ്സിലാവുന്നത് പുള്ളി ഈ ഡബിൾ പോസിറ്റീവ് എന്ന് പറഞ്ഞ പരിപാടി കണ്ടിട്ടില്ല. അത് എഡിറ്ററും ഒക്കെ അസോസിയേറ്റൊക്കെയാണ് അത് ചെയ്യുക. പുള്ളി അത് പുള്ളി അഭിനയിക്കാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ അത്ഭുതപ്പെടുത്തും, അയ്യോ ഇങ്ങനെയുണ്ടോ. പിന്നീട് നമ്മളത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതുകൊണ്ടാണ് എനിക്കത് മനസ്സിലാവാതിരുന്നതെന്ന് കമ്മിറ്റ് ചെയ്യാനുള്ള സമ്മതിക്കുകയും ചെയ്യും. അതേസമയം നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ചില കമൻറ്റുകൾ, നിങ്ങൾ ഒരുപാട് കഥകൾ ഈ സത്യേട്ടൻ്റെ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുള്ള കഥകളാണ്. പക്ഷെ ഒരാളെ കൃത്യമായിട്ട് ഇപ്പം ഞാൻ വിചാരിക്കും, നമുക്കൊരു ഭയങ്കര ബോറനായിട്ടുള്ള ഒരാൾ വന്ന് ബോറടിപ്പിച്ച് നമ്മൾ നശിപ്പിച്ചിട്ടുണ്ടാവും. ഞാനും ശ്രീനേട്ടനൊക്കെ ഉള്ള സമയത്തായിരിക്കും ഒരാളിങ്ങനെ ഒന്ന് വളന്ന് ഇങ്ങനെ പറഞ്ഞ് ബോറടിപ്പിച്ചതിന് ശേഷം ഞാൻ ഒരിക്കൽ അയാൾ വന്നിട്ടുള്ളത് എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിക്കാനായിരിക്കും. എന്തായാലും ശ്രീനേട്ടൻ പോവില്ലായിരിക്കും, കാരണം അത്ര വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വരാമെന്ന് സമ്മതിക്കും. അദ്ദേഹം കൃത്യമായിട്ട് പോവുകയും ചെയ്യും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇയാൾ കുഴപ്പക്കാരനാണെങ്കിലും ഈ വന്നിട്ടുള്ള പരിപാടി ശ്രീനേട്ടന് താല്പര്യമുള്ള എന്തോ ഒരു വിഷയവുമായി കണക്റ്റഡാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം സിനിമയിൽ തിരക്കഥ ഒക്കെ ആയിരുന്നു നമ്മുടെ ചർച്ചയുടെ വിഷയമല്ലേ. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി. അപ്പോൾ ഈ സിനിമയുടെ തിരക്കഥയിലും സംഭാഷണത്തിലും ഓരോ കാലത്തിന് അനുസരിച്ച് ഉണ്ടായിട്ടുള്ള മാറ്റത്തിൽ ഇന്നത്തെ കാലത്തേക്കുള്ള മാറ്റത്തിൻ്റെ പാലം ശ്രീനേട്ടനായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പം മനുഷ്യർ ഈ വളരെ റിയലായിട്ട് സംസാരിക്കുക എന്നുള്ളത് വന്നിട്ട് ഇപ്പോൾ സ്ക്രിപ്റ്റ് ചില സ്ഥലങ്ങളിൽ അഭിനയിക്കാനൊക്കെ ഞാൻ ചെറിയ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ പോകാറുണ്ട്, ചെറിയ റോളുകളിലൊക്കെ വിളിക്കും. അപ്പോൾ നമ്മൾ ഡയലോഗ് അവിടെ സ്ക്രിപ്റ്റ് ഡയലോഗ് എന്ന് പറയുമ്പോൾ അല്ല ഇതാണ് സിറ്റുവേഷൻ സാറ് പറഞ്ഞാൽ മതി എന്ന് പറയും. അത്രയും സാധാരണമായി അത്രയും റിയലായി പോയി. അത്ര റിയലാവണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷെ അതിൻ്റെയൊക്കെ തുടക്കക്കാരൻ ശ്രീനേട്ടനായിരുന്നു. ഇപ്പോൾ സത്യേട്ടനായിട്ടൊക്കെ ഉള്ള സിനിമകൾ, എൻ്റെ സിനിമ തന്നെ പറയാം, മറവത്തൂർ കനവ് എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുന്ന സമയത്ത് സിനിമയുടെ ആദ്യ പകുതിയുടെ വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീനിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് മാത്രം എഴുതിയിട്ട് പോകുന്ന അതൊരു ഗൈഡ് ലൈനാണ്. ആ വൺ ലൈൻ ഉണ്ട് ഫസ്റ്റ് ഹാഫിന്. സെക്കൻഡ് ഹാഫിന് ടോട്ടൽ കഥ മാത്രമേ ഉള്ളൂ, ടോട്ടൽ എന്ത് സംഭവിക്കുന്നു മാത്രമേ ഉള്ളൂ. സിനിമ തുടങ്ങുന്ന ആദ്യത്തെ ദിവസം കയ്യിലുള്ള ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ചെയ്യേണ്ടത് സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു സീനാണ്. അപ്പം ഞാനാകെ വിയർത്ത് നിൽക്കുകയാണ്, കാരണം ആദ്യത്തെ സിനിമയാണ്, ശ്രീനേട്ടൻ ഉണ്ടെന്നുള്ളൊരു ധൈര്യമാണ്. ശ്രീനേട്ടനോട് പറഞ്ഞത് ഈ സീക്വൻസാണ് ചെയ്യാനുള്ള ആർട്ടിസ്റ്റുകളെ ഇന്ന് നാളെ നമ്മുടെ കയ്യിലുള്ളൂ. കുഴപ്പമില്ല, രാവിലെ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് ശ്രീനേട്ടൻ്റെ റൂമിൻ്റെ പുറത്ത് നിന്ന് വാതിലിൽ മുട്ടുമ്പോൾ ശ്രീനേട്ടൻ വാതിലിന് ഇടയിലൂടെ 2 പേജ് ഇങ്ങനെ നീട്ടിത്തന്നു. അപ്പോൾ അത് ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ചിട്ട് ഇങ്ങനെ കയ്യിലേറ്റ് വാങ്ങി ഞാൻ നോക്കുമ്പോൾ സീൻ നമ്പർ 62 എന്ന് പറഞ്ഞിട്ട് ഫുൾ സീൻ എഴുതിയിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം 62 സീൻ ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല. 62 സീൻ വരുമെന്ന് അറിയില്ല, കാരണം 2ാം പകുതിയുടെ കഥ മാത്രമേ ഉള്ളൂ. അതിനൊരു സീൻ ഡിവിഷൻ ഒന്നുമില്ല. പക്ഷെ പുള്ളിയുടെ മനസ്സിൽ കൃത്യമായിട്ട് സിനിമയുണ്ട്. 62ാമത്തെ സീനാണ് ആദ്യം എഴുതുന്നത്. ആ സീൻ കൊണ്ടുപോയിട്ടാണ് ഞാൻ ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പ്രതിഭാധനായിട്ടുള്ള ഒരാൾ അറുത്തുമുറിച്ച് മറുപടി പറയേണ്ട സ്ഥലത്ത് പറയണമെന്ന് എന്നെ പഠിപ്പിച്ച ഗുരുനാഥനാണ്. ആളുകളെ വെറുതെ സൂചിപ്പിക്കരുതെന്ന് പഠിപ്പിച്ചത് അതാണ്. നമ്മൾ ഈ ഡിപ്ലോമസിയുടെ പേരിൽ ആളുകളെ വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ചില പറയേണ്ട സത്യങ്ങൾ പറയില്ല. പക്ഷെ അതിൻ്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയേണ്ട സത്യം ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തോന്നുന്നൊരു പിണക്കം ആളുകൾക്ക് ഉണ്ടാവും. പക്ഷെ ഇത് അപ്പം പറയില്ല, പിന്നെ അടുത്ത ദിവസം വീണ്ടും ഇതേ കാര്യം ഡിസ്കസ് ചെയ്യേണ്ടി വരും, അപ്പോഴും പറയില്ല.
അങ്ങനെ ഒരു 4-5 കൊല്ലം നമ്മൾ ഇയാളെ കൊണ്ട് നടന്നിട്ട് അവസാനം 6ാമത്തെ വർഷം ഈ സത്യം അയാളുടെ മുഖത്ത് നമ്മൾ വിളിച്ച് പറഞ്ഞ് അയാളുടെ ശത്രുവാകും. അപ്പോൾ ഇത് ആദ്യമേ ആണെങ്കിൽ ഈ 4 കൊല്ലത്തെ നമ്മളുടെ എനർജിയെങ്കിലും ലാഭം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് പഠിപ്പിച്ചു തന്നത് ശ്രീനേട്ടനാണ്. പറയേണ്ട കാര്യങ്ങൾ സത്യമാണെങ്കിൽ, പറയേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പറയുക. സത്യമായിട്ടുള്ളതെല്ലാം വിളിച്ചു പറയുക എന്നുള്ളതല്ല, സത്യം വധ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ സത്യം പറയുക എന്നുള്ളതാണെന്ന് എന്നെ പഠിപ്പിച്ചത് ശ്രീനേട്ടനാണ്. അപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ എല്ലാവരും ലാലുവിനെ ഭയങ്കര കുറ്റപ്പെടുത്തുന്നു, പടം ഭയങ്കര പ്രശ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുമ്പോൾ ലാലു എഡിറ്റ് റൂമിൽ നിന്ന് എന്നെ പുറത്ത് വിളിച്ചിട്ട് പോയിട്ട് ഒറ്റ കരച്ചിലാണ്. അല്ല, എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്, എന്നെ ഒന്ന് അഭിനയിപ്പിക്കുമോ എന്ന് വെച്ചാൽ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ഇവിടെ നിൽക്കുകയായിരിക്കും നല്ലത് എന്നും കൂടെ പുള്ളി പറയുകയും ചെയ്തു. സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് ശ്രീനേട്ടൻ്റെ സ്ക്രിപ്റ്റുകൾ.